ഇപ്പോൾ ചിലർ ഭക്ഷണം നിയന്ത്രിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും വണ്ണം കുറയാത്തവരുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ പ്രകൃതിയാണ്. അവരുടെ ശരീരം കഫപ്രകൃതമാണ്. ചില ആളുകൾ പറയും ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ട് പോലും വണ്ണം വെക്കാന്ന് പറയും. ചിലരാണ് എന്തോരം കഴിച്ചാലും മെലിഞ്ഞിരിക്കുകയും ചെയ്യും. അത് ഇവരുടെ ബേസിക് പ്രകൃതി അങ്ങനെ ആയതുകൊണ്ട്. അതായത് ഈ പിത്തപ്രകൃതിയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് കഴിച്ചാലും അവരുടെ ബോഡി പെട്ടെന്ന് അതങ്ങ് ദഹിപ്പിച്ച് അവർ വേറെ യാതൊരു, പക്ഷെ കഫപ്രകൃതമാണെങ്കിൽ ആ ദഹനം ഭയങ്കര മന്ദഗതിയിലായിരിക്കും. അപ്പം ഇതവിടെ വയറ്റിക്കിടന്ന് ദഹിക്കാനുള്ള സമയം കൂടുതൽ. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ മധുരത്തോടൊരു ഭയങ്കര ഒരു ക്രേവിങ് കൂടെ കാണും. അപ്പോൾ ഇതും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഇവരെപ്പോഴും തടിച്ചു തന്നെ ഇരിക്കും. അപ്പോൾ അവർ പറയും ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. പിന്നെ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് പാരമ്പര്യമായിട്ട് നല്ല വണ്ണം ഉള്ളവരാണെങ്കിൽ അതും ഒരു റീസണാണ് വണ്ണം കുറയാൻ. പിന്നെ അവരെന്തൊക്കെ ചെയ്താലും വെച്ചാൽ അവരുടെ ജെനറ്റിക് നേച്ചർ അതാണ്. അത് എത്ര ശതമാനമാണ് എന്ന് വെച്ചാൽ ഇപ്പം പാരൻസിന് ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല വണ്ണം കാണും. അപ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് വരാനായിട്ട് എത്രത്തോളം ചാൻസ് ഉണ്ടാവും? അതൊരു 60 മുതൽ 70% വരെ അങ്ങനെ ഒരു റേഞ്ചിൽ ആളുകൾക്ക് വരാം. പക്ഷെ നമ്മൾ പേടിക്കൊന്നും വേണ്ട. എനിക്ക് പാരൻസിന് ഭയങ്കര വണ്ണമുണ്ട് അതുകൊണ്ട് ഞാൻ വണ്ണം വെച്ച് പോകുമെന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് അത് കുറച്ച് മുൻകൂട്ടി കണ്ട് എല്ലാവരും ഈ വണ്ണം വെച്ച് കഴിയുമ്പോഴാണ് ഇത് കുറയ്ക്കാനായിട്ട് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ പാരമ്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു പ്രിക്കോഷൻസ് നമ്മൾ ആദ്യമേ വർക്കൗട്ടും ഡയറ്റും എല്ലാം ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതുപോലെ വലിയ കാര്യമായിട്ട് വണ്ണം വെക്കില്ല.